കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൂട്ടുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ. സദ്യക്കെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണല്ലോ കൂട്ടുകറി. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അതിനായി കുമ്പളങ്ങയും ചേനയും കായയുമാണ് കേട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. നേന്ത്രക്കായ, കുമ്പളങ്ങയ്ക്ക് പകരം നമുക്ക് വെള്ളരിക്ക വേണേൽ ചേർക്കാം കേട്ടോ. എല്ലാം സ്ക്വയറായിട്ട് ഇതേപോലെയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു പാനിലിട്ടോ അല്ലെങ്കിൽ കുക്കറിലിട്ടോ ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കുമ്പളങ്ങയും ചേനയും കായയും ഒരേപോലെ കട്ട് ചെയ്തത് ഒരു ചട്ടിയിലോ പാനിലേക്കോ ഇട്ട് അതിലേക്ക് കറിവേപ്പിലയും അല്പം മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടിയും പാകത്തിന് ഉപ്പും പച്ചക്കറികൾ വേവാൻ പാകത്തിന് മാത്രം വെള്ളം, കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ചേനയാണ് ഇതിൽ കുറച്ച് വൈകി വേവുക. നമുക്കത് നന്നായി തിളപ്പിച്ചൊന്ന് സിമ്മിലിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കണം. ഇനി തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച കടലയാണ് കേട്ടോ ഇത്. നന്നായി പുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഒരു കുക്കറിലേക്കിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൂട്ടുകറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ജീരകവും ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉഴുന്നുപരിപ്പ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. അല്പം ജീരകവും കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും ചിരവി വെച്ച തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതാ ബ്രൗൺ കളറായി വരണം കേട്ടോ. ഇതേപോലെ ഈ സമയത്ത് നമുക്കതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കണം. ഞാനിതാ ഇത്രയുമാണ് മാറ്റി വെച്ചിട്ടുള്ളത്. നമ്മളെടുത്ത തേങ്ങയുടെ 1/3 ഭാഗം മതി. അതെന്താ ചെയ്യേണ്ടതെന്ന് കുക്ക് ചെയ്യുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ. കഷ്ണങ്ങളെല്ലാം വെന്തോ എന്ന് നോക്കാം. ബാക്കി നമ്മൾ അരച്ച് വെച്ച തേങ്ങ അല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പച്ചക്കറികളെല്ലാം വെന്ത് വരുന്നുണ്ട്. വേണമെങ്കിൽ ഒന്ന് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. അല്പം കൂടി വെള്ളം കൂടി വറ്റിച്ചെടുത്തതിന് ശേഷം വേവിച്ച് വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. പാകത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കിയതിന് ശേഷം അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അല്പം കറിവേപ്പിലയും കൂടി വിതറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇപ്പം കുരുമുളക് പൊടിയും കൂടി വിതറണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ശർക്കരയാണ് ചേർക്കേണ്ടത്. ശർക്കര ഞാൻ അരവി എടുത്തിട്ടുണ്ട്. അവരവരുടെ അളവിനനുസരിച്ച് എടുക്കാം. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതിലെ വെള്ളമൊക്കെ അല്പം ഒന്ന് കുറുകി വരട്ടെ. അല്പം വെള്ളത്തോടെയാണല്ലോ കൂട്ടുകറി ഉണ്ടാവുക, എന്നാലും ഇത്രയും വെള്ളം വേണ്ട. ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ. നന്നായിട്ടൊന്ന് അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് ഒന്ന് കുക്ക് ചെയ്തത് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അല്പം മാറ്റി വെച്ചില്ലേ, അതും കൂടി ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അല്പം കൂടി വെള്ളം വറ്റിയിട്ടുണ്ട്, എന്നാൽ അല്പം വേണം, കുറച്ച് കുഴമ്പ് പോലെ. നല്ല രുചികരമായ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്നും കൂടി നോക്കണേ. എല്ലാവരുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം.